എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഗാനം മിന്നൽ മുരളി. ഒരു 4 വരി. ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീ നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിഴലാകാം നിനവാകാം മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം സ്വപ്നം നീ സ്വന്തം സ്വർഗം നീ സർവം നീ. ഇത് ഷാൻ റഹ്മാൻ എഴുതിയതാരാണ്? മനു മഞ്ജിത് ചേട്ടനാണ്. നന്നായിട്ടുണ്ട്, നല്ല വരികൾ, പെട്ടെന്ന് മനസ്സിലോട്ട് കയറുന്ന വരികളാണ്. അത് വീട്ടിലിരുന്ന് പാടി. നമ്മുടെ വീട്ടില് ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്. അതിങ്ങനെ അത് പറഞ്ഞ് ട്യൂൺ അയച്ചു കൊടുത്തിട്ട് അവളത് വെറുതെ അത് ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് പാടി അയച്ചതാണ്. അതാണ് സ്ട്രൈറ്റ് ആയിട്ട് വന്നത്. തനിയെ പഞ്ച് ചെയ്ത് പാടിയതാണ്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഒന്നും കറക്റ്റ് ചെയ്യില്ല, അങ്ങനെ തന്നെ അങ്ങ് എടുത്തു പുള്ളി. നന്നായിട്ടുണ്ട്. ഇപ്പൊ കുറെ പടത്തിൽ പാടിയില്ലേ? അതെ, പക്ഷേ ഇതിലെല്ലാത്തിലും ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് സോങ് ഞാൻ പാടിയത് ശ്രീ MR രാജകൃഷ്ണൻ ചേട്ടന്റെ മ്യൂസിക്കില് വിന്റർ എന്ന് പറഞ്ഞ മൂവിയില് ആണ്. അത് എഴുതിയിരിക്കുന്നത് അനിൽ പനച്ചൂരൻ പാടിയിട്ടില്ലേ? ആദ്യം അതില് അച്ചാരം കുച്ചാരം എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. അതെ, അതിന്റെ ആദ്യത്തെ 4 ലൈൻസ് ഒരു കുഞ്ഞു കുട്ടിയുടെ ആണ്. അത് ഞാനാണ് പാടിയിരുന്നത്. അതാണ് എന്റെ ഫസ്റ്റ്. അതാണ് ഞാൻ എന്റെ ആദ്യത്തെ പാട്ടാണ്. വെരി ഗുഡ്. ഒരു പാട്ട് കഭി കഭി മേരെ ദിൽ മേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പ്ലീസ്. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, तू अब से पहले सितारों में बस रही थी कहीं, तुझे ज़मीं पे बुलाया गया है मेरे लिए. ഇത്ര കേട്ടാലും മതിയല്ലേ? എന്തു പറയുന്നു മോടെ പാട്ടിനെ കുറിച്ച്? ഞാൻ എന്താണ് പറയുന്നത്? ഒരു അച്ഛൻ എന്നുള്ള രീതിയിലും ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിലും അതെ, അവൾ ഒരുപാട് വളരാൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് പാടുന്നുണ്ട്, യാതൊരു സംശയമില്ല. അതിനകത്ത് വേറൊരു സംശയമില്ല. കാരണം നമ്മൾ പറയുമല്ലോ, രണ്ടുപേരും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ശ്രുതി ശുദ്ധം. ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അതായത് പല സംഗതികളും അകാരം, ഉകാരം, ഈകാരം, ഒകാരം, ഇതെല്ലാം പ്രാക്ടീസ്. ഇതിന് ഇരിക്കുകയല്ലേ അരവണ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു. അതായത് മോക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പാട്ടാണ്. വേറെ ഒരുപാട് പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലിക്ക് പോകാൻ പറഞ്ഞിട്ട് പാട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, സംശയമില്ലാത്ത കാര്യമാണ്.